എയർ ഇന്ത്യയുടെ ഈ ബോയിങ് വിമാനം, ആ വിമാനം അതിൻ്റെ ആദ്യ പറക്കൽ നടത്തിയപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയ മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് ഞങ്ങളുടെ കോഴിക്കോട് റീജിയണൽ മേധാവി ദീപക് ധർമ്മടം. ശരിക്കും ഈ ദുരന്തം അഹമ്മദാബാദിൽ ഇത്രയധികം മനുഷ്യജീവൻ അപകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ യാത്രയുടെ അനുഭവങ്ങൾ നമ്മോട് പറയുകയാണ് ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, ഒരുപക്ഷെ ഈ ഇത്തരം ഒരു വളരെ യാത്രക്കാരൊക്കെ വലിയ വിശ്വാസമർപ്പിക്കുന്ന ഒരു വിമാനമാണ് ഈ ബോയിങ് വിമാനങ്ങൾ. അതിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. എന്നാൽ ഈ വിമാനം ഇപ്പോൾ 290 പേരുടെ ജീവൻ ഇതുവരെ അപകരിച്ചു അഹമ്മദാബാദിൽ എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ എനിക്കറിയാം അതൊരു ഷോക്കേറ്റ വാർത്തയാകും ദീപക് ധർമ്മടത്തിന്. എസ് കെ അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ബോയിങ് വിമാനം UK വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഈ വിമാനം കണക്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതേ വിമാനമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ തൊട്ട് പുറകെ പിന്നീട് എനിക്ക് മനു ഭരത്തിൻ്റെ അന്ന് എനിക്കൊപ്പം യാത്രയിലുണ്ടായിരുന്നു ഏതാണ്ട് 21 ജേർണലിസ്റ്റുകളെ ആയിരുന്നു ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയത്. അതിൽ കേരളത്തിൽ നിന്നും ഉണ്ടായിരുന്നത് ഒന്ന് ഞാനെന്ന അമൃത TVയിലാണ്, മറ്റൊന്ന് മനു ഭരത്ത്, അതുപോലെ വിവി ജോസഫ് മനോരമയിൽ നിന്നും. ഇത്രയും പേരായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് പേർ കൂടി ഉണ്ടായിരുന്നു, ഡൽഹിയിൽ നിന്നും ചില മലയാളികൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ അന്ന് അജിത് സിംഗ് ആയിരുന്നു വ്യോമയാന മന്ത്രി. ആ വ്യോമയാന മന്ത്രി മൻമോഹൻ സിംഗ് സർക്കാർ KC വേണുഗോപാൽ, മലയാളിയായ KC വേണുഗോപാലായിരുന്നു അന്ന് വ്യോമയാന സഹമന്ത്രി. അന്ന് ഇന്ത്യ ഷോക്കേസ് ചെയ്ത ഏറ്റവും വലിയ വിമാനമായിരുന്നു ഈ ബോയിങ് 787. അതായത് രാജ്യത്തിന് ഏറ്റവും വലിയ വിമാനം അത് എയർ ഇന്ത്യയുടെ, അതായത് സർക്കാരിൻ്റെ രാജ്യത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടേതാകണം എന്നായിരുന്നു അന്ന് വ്യോമയാന മന്ത്രി അജിത് സിംഗും അതുപോലെ തന്നെ വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാലും ഒക്കെ പറഞ്ഞത്. എസ്കെയിൻ അന്ന് ഞങ്ങൾ ഡൽഹിയിൽ നിന്നും ഈത്രൂവിലേക്കുള്ള ഒരു 8.25 മണിക്കൂർ യാത്ര. ഈ വിമാനത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ വിമാനം സാധാരണ നമ്മൾ ഏത് വിമാനത്തിലും അല്പം അധികം യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇടുങ്ങിയിരുന്ന് നമ്മുടെ ബോഡി പെയിനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും, മടുപ്പ് തോന്നും. പക്ഷേ എന്നാൽ ഈ വിമാനം വളരെ ലക്ഷറി ചെയ്തുള്ള ഒരു യാത്രയാണ് സമ്മാനിക്കുന്നത്. കാരണം അതിൻ്റെ അത്രയും സാങ്കേതിക വിദ്യകൾ, അത്രയും ഫുഡ് സ്പേസും എല്ലാം ഹെഡ്റൂം ഒക്കെയുള്ള ഒരു വിമാനമാണ്. അന്ന് ലണ്ടനിൽ ഇന്ത്യൻ സർക്കാർ ഒരു വലിയ യോഗം വിളിച്ചു ബിസിനസ്സുകാരുടെ. ആ ബിസിനസ്സിൽ ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം ഇന്ത്യയുമായി നടത്താം, ഇന്ത്യയിലേക്ക് യാത്രകൾ നടത്താം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഒരു ലോകത്തിന് മുൻപിലുള്ള ഷോക്കേസിംഗ് ആയിരുന്നു ഈ ഡ്രീം ലൈനർ വിമാനം. പക്ഷേ അത് കഴിഞ്ഞ് 2013 ഇതിൻ്റെ ആദ്യ യാത്ര അന്ന് നടത്തിയത്. അത് കഴിഞ്ഞ് പിന്നീട് ഇതിൻ്റെ സർവീസ് കുറച്ച് വൈകിയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്കുമുള്ള സർവീസും ഒപ്പം UK-യിലേക്കുമാക്കി ഇതിനെ ക്രമീകരിച്ചു. ഈ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അന്ന് ആദ്യ യാത്രയിലുണ്ടവരെന്നെല്ലാം ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ വളരെ ഷോക്കിംഗ് ആണ്. കാരണം രാജ്യത്തിൻ്റെ ലോകത്തിന് മുൻപിലുള്ള ഏറ്റവും വലിയൊരു പ്രദർശനമായിരുന്നു വ്യോമയാന രംഗത്ത്, വ്യോമയാന ബിസിനസ് രംഗത്ത് ഈ ഡ്രീം ലൈനർ. അതാണ് യഥാർത്ഥത്തിൽ ഈ അഹമ്മദാബാദിലെ ഈ ഹോസ്റ്റലിന് മുകളിൽ തട്ടി ഇത്രയും പേരുടെ മരണത്തിനിടയാക്കിയ ഒരു ദുരന്തത്തിലേക്ക് എത്തിയത് എന്ന് പറയുമ്പോൾ അത് വലിയ ദുഃഖമുണ്ടാക്കുന്നത് തന്നെയാണ്. എസ്കെൻ ഒരുപക്ഷെ ഞങ്ങൾ ആ യാത്രയിലുണ്ടായിരുന്ന എല്ലാവരും ഷോക്കിങ്ങിൽ തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു വിമാനം മാത്രമല്ല എസ്കെൻ, ഇന്നലെ ചില എക്സ്പോസ്റ്റുകൾ വന്നതിൽ ഇതിൻ്റെ സാങ്കേതികമായ പല കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുന്നില്ല എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ റിമോട്ട് കൺട്രോൾ വർക്ക് ചെയ്യുന്നില്ല, ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് മെയിൻ്റനൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു തോന്നൽ കൂടി വരികയാണ്. കാരണം ദീപക് ധർമ്മടം, താങ്ക് യു.